എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ബീൻസും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു നല്ലൊരു തോരനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 1/2 കിലോ അളവിൽ തന്നെയാണ് ബീൻസ് എടുത്തിരിക്കുന്നത്. ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു സവാള ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് കേട്ടോ. നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഞാൻ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ഇത്രയും മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ഇതൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുകും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടുള്ളൂ. ഇതിലോട്ട് ഞാൻ നമ്മുടെ സവോള പൊടിയായി അരിഞ്ഞത്, അതേപോലെ തന്നെ 2 പച്ചമുളകും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലവണ്ണം വാട്ടിയെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. കുറേ നേരം ഒന്നും ആക്കിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് കുറേ നേരം ഒന്നും ഇട്ടാക്കേണ്ട കാര്യമില്ല, കുറച്ച് നേരം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടാൻ വേണ്ട, കുറേ നേരം ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതി കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ബീൻസ് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു തോരനാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനും കൂടിയാണിത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ക്യാരറ്റും കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ തോരന് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അതേപോലെ തന്നെ അതിനോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂണൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം മിക്സ് ചെയ്തെടുക്കട്ടെ. 1/4 ഗ്ലാസ് നമുക്കൊന്ന് തെളിച്ച് കൊടുത്താൽ മതി. ഞാനൊരു 1/4 ഗ്ലാസ് അളവെന്നാണ് ആവറേജ് പറയുന്നത്. അപ്പോൾ അത്രയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് താഴ്ത്തി വയ്ക്കുകയാണ്. നമ്മുടെ തോരനിൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് നേരം കൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്നുകൂടി അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീൻസ് തോരനിരിക്കാൻ തുടങ്ങിയിട്ട് ആവറേജ് 6-7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീൻസും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതിനോടൊപ്പം തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നെ. എങ്കിലിപ്പോൾ നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.